എല്ലാവർക്കും നമസ്കാരം. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ല? അപ്പൊ എനിക്ക് സുഖമാണ്. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ കുറെ പേർക്ക് യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. എന്താന്ന് വെച്ചാല് കുറെ പേര് നമ്മൾ മുൻപ് വീറ്റിന്റെ കുറെ പേർക്ക് അറിയായിരിക്കും വീറ്റിന്റെ പാക്കിനെ കുറിച്ച് നല്ല റിസൾട്ട് കിട്ടിയിട്ടാണ് കുറെ പേര് നമുക്ക് നല്ല കമന്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പാക്ക് നല്ലതാണ്. അപ്പൊ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കും നമുക്ക് എന്ന് ഡെയിലി ജോലിക്ക് പോകുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ടാൻ മാറ്റാൻ, അതൊക്കെ ചെയ്യാനാണ്. ടാൻ നന്നായിട്ട് മാറുന്നതാണ് ഒരു പാക്ക്, നല്ല ബ്രൈറ്റ് ആവുകയും ചെയ്യുന്നതാണ്. അപ്പൊ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ജോലിക്ക് പോകുന്നവർക്കും. അതുപോലെ തന്നെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികളെ എനിക്ക് പ്രത്യേകിച്ച് മെയിൽ ചെയ്തിരുന്ന ചേച്ചി ഞങ്ങളിതൊക്കെ എങ്ങനെ ചെയ്യാം, ഞങ്ങൾക്ക് ഹോസ്റ്റലിലത്തെ കിച്ചണിലേക്ക് പോലും ഞങ്ങൾക്ക് പോകാനുള്ള ഒരു പെർമിഷൻ ഇല്ല, അവർക്ക് കുറെ അവരുടേതായ റൂൾസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർക്ക് വേണ്ടിയാണ് മെയിൻ ആയിട്ട് ഇന്നത്തെ വീഡിയോ. എന്താന്ന് വെച്ചാൽ ടാൻ മാറാനും നന്നായിട്ട് ബ്രൈറ്റ് ആവാനും അതേപോലെ തന്നെ അത്യാവശ്യം പിമ്പിൾസും കുറെ കരിവാളിപ്പൊക്കെ നന്നായിട്ട് മാറ്റി, കണ്ണടിയിലൊക്കെ കരിവാളിപ്പൊക്കെ നന്നായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു പാക്കാണ്. നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം, ഒരു ബോക്സിലാക്കി ഇത് തയ്യാറാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം. അത് നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാം. ഇതിൽ നമുക്ക് തൈര് വേണ്ട, പാല് വേണ്ട, ചെറുനാരങ്ങ ഒന്നും വേണ്ട, സാധാ വെള്ളം മാത്രം മതി. അപ്പൊ നല്ല സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, നന്നായിട്ട് അതിന്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇപ്പൊ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു നോട്ടിഫിക്കേഷൻ ബെല്ലൂടി വരും. അപ്പൊ അതും കൂടി എനേബിൾ ചെയ്താലാണ് ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് വേഗം നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. അതൊന്ന് അപ്ലൈ ചെയ്യാം. നമ്മുടെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാം. നമുക്ക് എവിടെയാണ് നന്നായിട്ട് കരിവാളിപ്പുള്ളത്, ടാൻ ആയിട്ടിരിക്കുന്നത്, കാലുമ്മയാണോ, അവിടെയൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. നമുക്ക് യാതൊരു പ്രശ്നമില്ല, നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, ആവശ്യത്തിന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതിന് നമുക്ക് ആകെ 2 ഇൻഗ്രീഡിയൻറ്റ് മതി കേട്ടോ. ഒന്ന് നമുക്ക് ഉരുളക്കിഴങ്ങാണ് വേണ്ടത്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് നമുക്കൊന്ന് ഉണക്കാൻ വെക്കുക. അതാണ്. അപ്പോൾ ഞാനിത് ഉണക്കിയതാണ് നിങ്ങൾ കാണുന്നത്. ഒരു 3 ഉരുളക്കിഴങ്ങ് ഉണക്കിയതാണ് ഇത്രയും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു 3 ദിവസം വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണക്കിയത്. അപ്പോൾ ഈ ഒരു പാകമായിരിക്കണം, കൈ കൊണ്ട് എടുക്കുമ്പോൾ അങ്ങനെ പൊടിഞ്ഞു പോകണം, ആ ഒരു പാകമായിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു കളറും മാറും. നമുക്കറിയാലോ ഉരുളക്കിഴങ്ങ് അത്യാവശ്യം കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു കളർ ചേഞ്ച് ആവുന്നു. നല്ലൊരു പാക്കാണിത്. അപ്പോൾ ഇത് ഇത്രയും ഞാനിത് ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഉണക്കിയത് പൊടിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാനത് പൊടിച്ചെടുത്തു. അപ്പോൾ നമുക്കിത് എത്രയും കിട്ടി. അപ്പോൾ നമുക്ക് നൈസ് പൊടിയായിട്ട് കിട്ടും കേട്ടോ. നമുക്ക് കേടാവൊന്നുമില്ല, നമുക്കിതൊരു ബോക്സിലാക്കി സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രമാണ്, നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു കുറച്ചും കൂടി കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ വെക്കാം കേട്ടോ, ഒരു 5-6 എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. അപ്പോൾ അതും നമുക്ക് ഒരു 10 രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു കുഞ്ഞ് പാക്കറ്റ് പാൽപ്പൊടി കിട്ടും. അപ്പോൾ അത് ഇതുപോലെ അതങ്ങനെ തന്നെ. ഇപ്പോൾ ഒരു 10 രൂപയുടെ പാക്കറ്റാണിത്. ഞാൻ പാൽപ്പൊടി അങ്ങനെ വീട്ടിൽ യൂസ് ചെയ്യാറില്ല, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പാൽപ്പൊടി മേടിക്കാറ്. അപ്പോൾ ഇത് 10 രൂപയുടെ പാക്കറ്റാണ്. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ആ ഒരു 10 രൂപയുടെ പാക്കറ്റിലുള്ള എല്ലാ പാൽപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 ഉരുളക്കിഴങ്ങിൻ്റെ പൊടിയാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ മിക്സ്, വേറെ ഒന്നുമില്ല, നമുക്കിത് മാത്രം മതി. ഇനി നമുക്ക് വേണ്ടത്, നമുക്ക് ആവശ്യത്തിന് നമുക്ക് എടുത്തിട്ട് നമുക്കൊന്ന് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 2 ടീസ്പൂണൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് ഇടാം. ഇനി നമുക്ക് ഇതിലേക്ക് തൈരോ അതുപോലെ തന്നെ ചെറുനാരങ്ങ നീരോ പാലോ ഒന്നും വേണ്ട, നമുക്ക് വെള്ളം മാത്രം മതി. കാരണം നമ്മളിതിൽ പാൽപ്പൊടി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വേറെ തൈരിൻ്റെയോ പാലിൻ്റെയോ ഒന്നും ആവശ്യമില്ല, നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇത് തന്നെ മതി, സാധാരണ വെള്ളത്തിൽ തന്നെ ചേർത്താൽ മതി. അപ്പോൾ വെള്ളം കൂടുതലാവരുത്. ഇപ്പോൾ ഞാൻ എടുത്തപ്പോൾ കുറച്ച് വെള്ളം കൂടുതലായി. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. 1 ടീസ്പൂണൊക്കെ വെള്ളം മതി, പാൽപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് അലിയും. അപ്പോൾ കുറച്ച് വെള്ളം കുറവിൽ എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് കയ്യിലോ കാലിലോ അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിലോ കഴുത്തിൻ്റെ ചുറ്റോ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക മൗത്തിൻ്റെ സൈഡിൽ, അതായത് ചുണ്ടിൻ്റെ സൈഡിലൊക്കെ കരിവാളിപ്പുണ്ടെങ്കിൽ ഫേസിലൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കയ്യിലിട്ട്, അപ്പോൾ ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്തപ്പോൾ ക്യാമറ ഓൺ ആയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, കുറച്ച് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒന്നുകൂടി അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് കയ്യിലും കാലൊക്കെ നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. മുഖത്താവുമ്പോൾ നമുക്ക് എന്ന് സ്ക്രബ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് സ്ക്രബിങ് കൊടുക്കുക. വേഗം തന്നെ ഉണങ്ങും, കാരണം പാൽപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ നമുക്ക് അധികം അതിൻ്റെ ആവശ്യമില്ല, കുറേശ്ശെ എടുത്താൽ മതി. കുറേശ്ശെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലോണം റിസൾട്ട് കിട്ടും. അപ്പോൾ കുറേശ്ശെ എടുത്താൽ മതി കേട്ടോ. 1 ടീസ്പൂണൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫേസിലേക്കും കയ്യിലേക്കും ഒക്കെ മതി. അത് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെക്കാൻ പറ്റുമെങ്കിൽ വെക്കുക. ഡ്രൈ ആയാലും നമുക്ക് സമയം ഉണ്ടെങ്കിൽ കുറച്ച് നേരം വെക്കുക. അപ്പോൾ എല്ലായിടത്തും ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ചേഞ്ച്, നമ്മുടെ ആ ഒരു വിരലുകൾക്കും കൈക്കൊക്കെ വന്നിട്ടുള്ള ആ ഒരു മാറ്റം, ടാനൊക്കെ മാറി നല്ല ബ്രൈറ്റ് ആവും. ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ബ്രൈറ്റ്നെസ് നമുക്ക് കിട്ടും. അപ്പോൾ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഉണങ്ങി, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ ഞാൻ വാഷ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ലൈറ്റ് ഉള്ളതുകൊണ്ടും പിന്നെ ഞാനിത് ഡെയിലി ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത്രയധികം അറിയില്ല. നിങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ആ റിസൾട്ട് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ഇത് കാണിക്കുകയാണെങ്കിൽ ഞാൻ ഉപയോഗിച്ച് അത്യാവശ്യം റിസൾട്ട് കിട്ടിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഞാൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആ ഒരു വ്യത്യാസം എൻ്റെ കയ്യിൽ എന്തായാലും ഉണ്ടാവും.
അതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം നിങ്ങൾക്കത് അറിയാലോ. നമ്മളിപ്പോൾ 2-3 ദിവസം അല്ലെങ്കിൽ കുറച്ച് നാൾ അടുപ്പിച്ച് ചെയ്യുന്ന ഒരു കാര്യം, അതായത് നിങ്ങൾ നോക്കുക ഡിഫറൻസ്, നിങ്ങൾക്ക് അത്രയും ഡിഫറൻസ് കിട്ടില്ല. എങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ആ ഡിഫറൻസ് മനസ്സിലാവും. ഞാൻ 2-3 ദിവസമായിട്ട് ഇത് യൂസ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ആ ഉപയോഗിച്ച വിരലിൻ്റെയും ഈ ഒരു ഉപയോഗിക്കാത്ത, അതായത് ടാന് അടിച്ചിട്ടുള്ള വിരലിൻ്റെ എന്താ പറയുക കൈയിൻ്റെയും വ്യത്യാസമൊക്കെ കണ്ടാൽ മനസ്സിലാവും. നല്ല വൈറ്റ്നസ്സും ബ്രൈറ്റ്നസ്സും ഒക്കെ കിട്ടി. നമുക്ക് ടാനൊക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കണം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്ന് തോന്നും. കാരണം നല്ല മാറ്റമുണ്ട് എൻ്റെ ആ ഒരു 2 കൈ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നല്ല സിമ്പിളായിട്ട് ചെയ്യാം. അത് എളുപ്പത്തിൽ ചെയ്യാം. സിമ്പിളായിട്ട് ചെയ്യാമെന്ന് പറയുന്നത് അത് സിമ്പിളായതുകൊണ്ട് തന്നെയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്രയും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആ ഒരു വ്യത്യാസം. 2 കൈൻ്റെയും കൈപ്പറ്റി തമ്മിലുള്ള വ്യത്യാസം. ഞാൻ അവിടെയാണ് കൂടുതൽ സ്ക്രബ് ചെയ്ത് കൊടുത്തത്. അതുകൊണ്ടാണ് അവിടെ കുറച്ചും കൂടി കൂടുതലായിട്ട് നല്ലൊരു ഇതായിട്ടിരിക്കുന്നത്. ഇപ്പം ഇപ്പുറത്തെ കൈന് കണ്ടോ നല്ലോണം ഇരുന്നേറാണ്. അപ്പം ഇപ്പുറത്തെ അതായത് കൈപ്പറ്റി നല്ലോണം മാറ്റമുണ്ട് 2നെയും വെച്ചിട്ട് നോക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്കിത് ഫേസിലും കൂടി അപ്ലൈ ചെയ്ത് ഞാൻ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും. നല്ല റിസൾട്ടാണ്. നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും, നല്ല സ്മൂത്ത് ആവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറും കൂടി അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫേസിലും കൂടി അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാൻ ഫേസിൽ ലിപ്സ്റ്റിക് ഒക്കെ തുടച്ചോളി. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ പേര് പറഞ്ഞിരുന്നു ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്, ബ്രൈറ്റ് ആയിട്ട് ലിപ്സ്റ്റിക് ഉള്ളതുകൊണ്ട്. അപ്പോൾ അത് കളഞ്ഞിട്ട് ജസ്റ്റ് ലിപ് ബാം മാത്രം ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ അതും ഒക്കെ തുടച്ചോളഞ്ഞു. ഫേസിലൊന്നും ഇട്ടുണ്ടായിരുന്നില്ല, കൺമിഷനൊന്നായിട്ട് തുടച്ചു വിട്ടു. അപ്പോൾ നമുക്കൊന്ന് അപ്ലൈ ചെയ്തതായിട്ട് സ്ലൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ടോ ഒക്കെ നന്നായിട്ടൊന്നത് ഉണക്കാൻ വെക്കാം. നമുക്കിപ്പോൾ വീട്ടിലൊക്കെ വരുമ്പോൾ നമ്മളത് ഉണക്കിയിട്ട് കുറച്ചധികം കൂടുതൽ എടുത്ത് ഉണക്കി വെച്ചിട്ട് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ ചെപ്പിലാക്കി വെച്ചാൽ കുറേ കാലം കേടാവാതിരിക്കും. നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ചെപ്പിൽ നന്നായിട്ട് ഉണങ്ങിയിട്ട് അത് ചൂടാക്കുന്ന സമയത്ത് വെറുതെ ഒന്ന് ഫ്രൈ പാനിൽ ഇട്ടിട്ട് നമുക്ക് വെറുതെ ഒന്ന് അതായത് മിക്സ് പൊടിക്കുന്ന സമയത്ത് നമ്മളത് ഒരു ഫ്രൈ പാനിൽ ഇടാം. വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കരുത്. വെറുതെ നന്നായി വൃത്തിയായിട്ടുള്ളൊരു വെള്ളമൊക്കെ പോയിട്ടുള്ള ഒരു ഫ്രൈ പാനിൽ ഇട്ടിട്ട് വെറുതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂടാകുമ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ട് അങ്ങോട്ട് പൊടിക്കുക. അപ്പോൾ നമുക്ക് നല്ല നൈസായിട്ട് കിട്ടും. പിന്നെ ഇത് അത്ര വലിയ റബ്ബൊന്നും അതായത് സ്ക്രബൊന്നും ആവില്ല. കാരണം ഇത് നമ്മൾ ആ ഒരു പാൽപ്പൊടിയും വെള്ളമൊക്കെ ചേരുമ്പോൾ തന്നെ അത് നന്നായിട്ട് അങ്ങനെ അലിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ നമുക്ക് വലിയ സ്ക്രബിംഗ് ഒന്നും കിട്ടില്ല. നമുക്ക് നല്ലൊരു പാക്കാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന പാക്കുകൾ സ്ക്രബിങ് ആയാലും നമുക്കിങ്ങനെ വൈറ്റ്നസ്സിനും കരിവാളിപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആ പാക്കിനേക്കാളൊക്കെ ഇരട്ടി റിസൾട്ട് നമുക്കിത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇന്ന് സ്ക്രബ് ചെയ്യുന്നുണ്ട്, കാരണം ഞാൻ സ്ക്രബ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മുടെ ഫേസ് അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് ഇങ്ങനെ വലിഞ്ഞിരിക്കുന്നുണ്ട്. കണ്ടോ? കണ്ടോ? ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ടാനൊക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഫേസ് ഞാൻ അടുത്ത് ചെയ്യുന്നുണ്ട്, അധികം ടാനില്ല. നമുക്ക് തുടയ്ക്കാം. അപ്പോൾ നമ്മളിത് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റും. ഡെയിലി ചെയ്യാൻ നമുക്ക് സമയമില്ലെങ്കിൽ ഒരു 2-3 ദിവസം കൂടുമ്പോൾ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ സ്ക്രബ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഡെയിലി ചെയ്യുകയാണെങ്കിൽ സ്ക്രബ് ചെയ്യേണ്ട, 2 ദിവസം കൂടുമ്പോൾ സ്ക്രബ് ചെയ്താൽ മതി. വെറുതെ പാക്ക് പോലെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് വെറുതെ വാഷ് ചെയ്ത് കളയാം. പെട്ടെന്ന് നമുക്ക് വാഷ് ചെയ്യാനും പറ്റും. അത് നല്ലൊരു ഇതാണ്, പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. നമുക്കിനി കുറച്ച് ടൈം കൂടി നിൽക്കണമെങ്കിൽ നിൽക്കാം കേട്ടോ. അതായത് ഒരു അരമണിക്കൂറൊക്കെ നിൽക്കണമെങ്കിൽ, ഒരു 20 മിനിറ്റൊക്കെ നിൽക്കണമെങ്കിൽ നിൽക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. നമ്മുടെ ഫേസിലത്തെ ആ ഒരു എന്താ പറയുക നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടും നമുക്ക് ഇങ്ങനെ ഡെയിലി ചെയ്യുമ്പോൾ. കണ്ടോ, ഇവിടെ ഒരു ഗ്ലോ ഒക്കെ കിട്ടും നമുക്ക്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവില്ലേ, നിങ്ങൾക്ക് അത് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ചെയ്യാം, പ്രത്യേകിച്ച് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കും. അതേപോലെ തന്നെ നമുക്കിങ്ങനെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ടൈമില്ലെങ്കിൽ രാവിലെ എണീറ്റ് പൊടി എടുത്ത് കുറച്ച് വെള്ളത്തിൽ ചാലിച്ചുകൊണ്ട് ഫേസിലിടുക. പണികളൊക്കെ കഴിയുമ്പോൾ വാഷ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോകാമല്ലോ. അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടും നമുക്ക്. അതുപോലെ തന്നെ ഇപ്പോൾ കാലത്ത് സമയമില്ലെങ്കിൽ രാവിലെ സമയമില്ലെങ്കിൽ വൈകിട്ട് വരിക, അതൊന്ന് കലക്കിയിട്ട് ഫേസിലിടുക, നമുക്ക് പണികളൊക്കെ കഴിക്കുക. അങ്ങനെയുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ റിസൾട്ട് കിട്ടും. നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. അങ്ങനെ നല്ലൊരു സോഫ്റ്റ് നല്ല ബ്രൈറ്റ്നസ് ഒക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവട്ടെ എന്താണെന്നുള്ളത് അതിൻ്റെ റിസൾട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ സീസണിൽ ഉണങ്ങാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഒരു 3 ദിവസം കൊണ്ടാണ് ഉണക്കിയെടുത്തത്. എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ആദ്യം നമ്മൾ ആ ഒരു വെള്ളം നനവ് പറ്റുന്ന വരെ നമുക്ക് പറ്റിങ്ങ
വെയിലത്തൊക്കെ വെക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ വെയിലുള്ള സമയത്ത് ഒന്ന് പുറത്തൊക്കെ കൊണ്ട് വെക്കുക, അല്ലെങ്കിൽ ടെറസിലൊക്കെ ഇടുക. ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്ന് വെള്ളം നനവ് പറ്റി കഴിഞ്ഞാൽ നമ്മളതിന്റെ കളർ ചേഞ്ച് ആവും, ബ്ലാക്ക് പോലെ ആവും. അപ്പൊ നേരെ കൊണ്ടുവന്നിട്ട് നമ്മൾ വീട്ടിലൊക്കെ വിറകടുപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മൾ ചോറൊക്കെ വയ്ക്കുമ്പോൾ അതിന്റെ മുകളിൽ നമ്മൾ മൂടി വയ്ക്കുമല്ലോ, കലത്തിന്റെ ഒക്കെ മുകളിൽ. അപ്പൊ അതിന്റെ മുകളിൽ ഒരു പേപ്പറൊക്കെ വെച്ചിട്ട് ഈ ഒരു കഷ്ണങ്ങൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് വെതറി നന്നായി പരത്തി വെച്ച് കൊടുക്കുക. അപ്പൊ നമുക്ക് നന്നായിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുത്താൽ ഉണങ്ങി കിട്ടും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അടുപ്പിന്റെ സൈഡ് ഉണ്ടല്ലോ, വിറക് വെക്കുന്ന അടുപ്പിന്റെ സൈഡ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അവിടെ ഒരു എന്താ പറയാ പേപ്പർ വെച്ചിട്ട് ഇതിങ്ങനെ പരത്തിയിട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളപ്പോൾ ഗ്യാസുമ്മയാണ് ചോറ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിലായാലും വെക്കാം. അപ്പൊ വെറുതെ ഒരു പാത്രമൊക്കെ വെച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് മൂടി വെച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ചാൽ നമുക്ക് ഡ്രൈ ആയി കിട്ടും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പൊ നമുക്ക് നന്നായിട്ട് വെയിലുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1 ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടും. നന്നായിട്ട് ഉണങ്ങണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ കേട് വരും. നമ്മളിങ്ങനെ പൊട്ടിക്കില്ലേ, ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ പൊടിയായിട്ട് കിട്ടണം. അപ്പൊ ആ ഒരു നിങ്ങൾക്ക് കണ്ടുവരും നിങ്ങൾ ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കത് പൊടിച്ച് വെക്കാം. അപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളൊക്കെ ചെയ്ത് നോക്കാം, നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നല്ലോ. നമുക്ക് വീട്ടിൽ തന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. രണ്ട് കാര്യങ്ങൾ നമുക്ക് വീട്ടിലുണ്ടാവും. പിന്നെ അതിൽ പ്രത്യേകിച്ച് ആഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വെള്ളം, അതായത് തൈരോ അതുപോലെ തന്നെ തേനോ ചെറുനാരങ്ങ ഒന്നും വേണ്ട, സാധാരണ വെള്ളം തന്നെ മതി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു.